റൈറ്റ്. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുന്നുണ്ട്. ഷാബു പ്രസാദ്, ഒരു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ, പ്രത്യേകിച്ച് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷമുള്ള ട്രംപിന്റെ നയങ്ങൾ, ഈ യുദ്ധം, പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ മറ്റൊന്ന് റഷ്യ യുക്രൈൻ യുദ്ധമാണ്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകും, അല്ലെങ്കിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകരാജ്യങ്ങൾ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. ആദ്യത്തെ തന്നെ സമാധാന കരാറിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ബന്ദികളുടെ കൈമാറ്റം അതിന്റെ സൂചനകളായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ആ ആശങ്ക ശക്തിപ്പെടുകയാണ്. യുദ്ധം പുനരാരംഭിക്കുന്നു, അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തെ നോക്കിക്കാണേണ്ടത്. ബന്ദികളെ വിട്ടയക്കുന്നതിൽ ഉടൻ തീരുമാനമില്ല എങ്കിൽ ഇനിയും ആക്രമണം തുടരുക തന്നെ തുടരും എന്ന് ബെന്യാമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സീസ് ഫയർ വന്നപ്പോൾ തന്നെ അത് ഉറപ്പ് തന്നെയായിരുന്നു, ഇത് അധികകാലം ഒന്നും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ. കാര്യം കഴിഞ്ഞ വർഷം ഈ സംഭവം ഉണ്ടായപ്പോൾ 2023 ഒക്ടോബറിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് തന്നെ ഇസ്രായേൽ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഹമാസിനെ ഇല്ലാതാക്കിയിട്ടേ അവരിത് നിർത്തുള്ളൂ. കാര്യം ഇനിയുള്ള കാലം ഭാവിയിലെ ഇസ്രായേൽ ഭീഷണി രഹിതമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഇതുവരെ എടുക്കാത്ത തരത്തിലുള്ള അതികർശനമായ ഒരു തീരുമാനമാണ്. അതിനി ലോകം എന്തു പറയുമെന്നോ, ലോക സമൂഹം എന്ത് കരുതുമെന്നോ, ആരവരെ എങ്ങനെ ചിത്രീകരിക്കുമെന്നോ എന്നതൊന്നും അവരുടെ വിഷയമല്ല. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ സുരക്ഷയും ആ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിലുള്ള അവരുടെ സുരക്ഷയും അവരുടെ നിലനിൽപ്പും മാത്രമാണ്. ഇത് അവസാനത്തെ ഇസ്രായേൽ നടത്തുന്ന അവസാനത്തെ യുദ്ധമാണിത് എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ നീക്കിയത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ മുച്ചൂടും മുടിക്കാതെ അവരിത് നിർത്തില്ല. കാര്യം ഇതിപ്പം തൽക്കാലം ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ് എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യം നോക്കിക്കോളൂ, ഇനി ഈ ബന്ദികൾ പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു ഒറ്റ ഇസ്രായേലി ബന്ദിക്ക് പകരമായിട്ട് 1000-ഓളം തടവുകാരെയൊക്കെ വിട്ടുകൊടുത്ത ഒരു ചരിത്രമുണ്ട് ഇസ്രായേലിന്. പക്ഷെ ഈ ബന്ദികൾ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല, ഈ യുദ്ധം ഇവർ അവസാനിപ്പിക്കില്ല. കാര്യം അവരൊരിക്കലും ഹമാസോ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, അവർ ഇസ്രായേൽ ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കും എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. ഈ ബന്ദികളെ വെച്ചുള്ള സ്വന്തം പൗരന്മാരെ ബന്ദികളായി പിടിച്ച് അവരെ വെച്ചുള്ള ഒരു കളിയാകുമ്പോൾ ഇസ്രായേൽ വഴങ്ങും എന്ന ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ആ പോളിസി അങ്ങോട്ട് മടക്കി പെട്ടിയിൽ അങ്ങോട്ട് മാറ്റി വെച്ചു, എന്നിട്ട് അങ്ങോട്ട് മടങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഇനി മനുഷ്യത്വരാഹിത്യമോ ഇനി എന്തുമായിക്കോട്ടെ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ അവരുടെ നിലനിൽപ്പും അവരുടെ സുരക്ഷയും തന്നെയാണ് പ്രധാനം. അതിൻ്റെ അകത്ത് ലോക സമൂഹത്തിൻ്റെ ആരുടെയും ഒപ്പീനിയനോ അവരുടെ വിമർശനമോ ഒന്നും അവരുടെ വിഷയമല്ല. കാര്യം അനുഭവിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അല്ല അഭിലാഷേ, 10,000-2000 വർഷം ഈ ലോകം മുഴുവനും തെണ്ടിത്തിരിഞ്ഞ് നടന്ന് അവഗണിക്കപ്പെട്ടും വംശഹത്യ ചെയ്യപ്പെട്ടും അങ്ങനെ ആ സഹസ്രാബ്ദങ്ങളുടെ സഹനത്തിനൊടുവിൽ നേടിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ അതിന്റെ ഏത് എക്സ്ട്രീം പൊസിഷനും ഇടും. അതാണ് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.